രാവിലെ നേരം വെളുക്കാനാകുമ്പോൾ തന്നെ റമീസ് വിളിച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ. അങ്ങനെ നമ്മൾ എവിടേക്കാ പോകേണ്ടതിൽ പ്ലാനൊന്നും ഇല്ലാതെ നേരെ വിട്ടു വയനാട്ടിലേക്ക്. നമ്മളെ കൂടെ നമ്മളൊറ്റക്ക് മാത്രമല്ല കേട്ടോ, വേറെ 2 റൈഡേഴ്സും കൂടി ഉണ്ട്. വണ്ടിമ്മ കയറി മുതൽ രാവിലെ ഒന്നും തിന്നാത്തന്നെ റമീസ് ഫുഡ് അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. പിന്നെ ചുരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ എത്തിയപ്പോൾ റമീസിൻ്റെ കുറച്ച് തുണക്കാരന്മാരുണ്ടായിരുന്നു. അവരോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറച്ച് കഥകളൊക്കെ സംസാരിച്ച് പിന്നെ ഇവിടെ വന്ന് എല്ലാവരും നോക്കിക്കണ പോലെ കുറച്ച് നേരം താഴത്തേക്കൊക്കെ നോക്കി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ബടായൊക്കെ പൊട്ടിച്ച് നമ്മളവിടെ നിന്ന് നേരെ യാത്രയായി. അങ്ങനെ നമ്മൾ ഏതോ റേഞ്ചില്ലാത്ത ഹോട്ടലിൽ കയറി. അങ്ങനെ അവിടുത്തെ ചേട്ടൻ ചോദിച്ചു കഴിക്കാൻ എന്തുകൊണ്ട് ചോദിച്ചു. ഷമീം പറഞ്ഞു വൈഫൈ ഉണ്ട് ചോദിച്ചു. അതിൽ പറഞ്ഞു ചോറുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. മനോഹരമായ ഈ കാട്ടിലൂടെയുള്ള യാത്ര ഞങ്ങൾക്ക് ഒരു ആനപ്പിണ്ടം പോലെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കുറച്ചിനപ്പോൾ ഞാൻ പറഞ്ഞു വേറെ നല്ല റൂട്ട് ഉണ്ട്, അതുകൂടെ പോയി എന്തായാലും ആനനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു 200-300 സ്പീഡിൽ ചീറിപ്പാഞ്ഞു പോയി ഞങ്ങൾ. പെട്ടെന്ന് ഞാൻ ബാക്ക് നോക്കിയപ്പോഴാണ് കൈ വിട്ട് പോകുന്നത് എന്തോ സാഹസികത എന്ന് പറഞ്ഞിട്ട് കൈ വിട്ട് പോകുന്ന 2 പൊട്ടന്മാർ. അങ്ങനെ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കണ്ടത്. എല്ലാവരും ഇവിടെ നിർത്തിയോണ്ട് തന്നെ നമ്മൾ നിർത്തി പൂക്കളുടെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ പെട്ടെന്ന് ബാക്ക് നോക്കിയപ്പോഴാണ് പരസ്യമായിരുന്നു തൂറായിരിക്കണം റമീസിനൊക്കെ ഉണ്ട്. തൂറായിരിക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കുകയാണെന്ന് അറിയില്ല കേട്ടോ. കാട്ടുമല്ലിയാണ്, കാട്ടുമല്ലി സുഗന്ധം പരത്തുന്ന മല്ലി. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. പെട്ടെന്നാണ് നമ്മൾ കണ്ടത് കുറച്ച് ക്യാറ്റ്മാനുകൾ. അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളുടെ മെയിൻ ആവശ്യം ആനനെ കാണാന്നില്ലാണല്ലോ. അങ്ങനെ നമ്മൾ ആനനെ കാണാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ അതിനി ആനകൾക്ക് ക്ലാസ് ഉണ്ടായിട്ടെന്ന് അറിയില്ല, ഞങ്ങളൊരു ആനനെ പോലും കണ്ടില്ല. അങ്ങനെ നമ്മൾ ആ വിഷമത്തിൽ നമ്മൾ പറഞ്ഞു നമുക്കൊന്ന് തിരിച്ചു പോയാലോ. നമ്മൾ അങ്ങനെ ഇവിടെ അല്ലേ കാട്ടുപട്ടിനോടും പശുവിനോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞ് അങ്ങനെ നമ്മൾ യാത്ര വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ പെട്ടെന്നാണ് ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും ആനയോട് ആന, എന്താ ഇത്. അങ്ങനെ നമ്മൾ കടലിന്റെ കാഴ്ചകൾ കണ്ട് അവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു നിലമ്പൂർ വഴി. അങ്ങനെ നമ്മൾ നിലമ്പൂർ എത്തി. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ എന്ത് ഫുഡ് കഴിക്കുന്നു ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഈ പമ്പിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കണത്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ പെരിന്തൽമണ്ണ പോയിട്ട് അറേബ്യ മൾജീസിൽ നിന്ന് ഒരു മന്തി കഴിച്ചു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. 3 ചെസ്റ്റ് പീസും 1 ലെഗ് ആയിരുന്നു. ലെഗ് കിട്ടിയ വിഷമത്തിൽ റമീസ് അങ്ങോട്ട് മനസ്സാകെ ഇല്ലാണ്ടായി. അങ്ങനെ ഫുഡ് കഴിച്ച് ബില്ല് ആര് കൊടുക്കണമെന്നില്ല കൺഫ്യൂഷനിൽ ഷമീം പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള തർക്കമൊക്കെ കഴിഞ്ഞിട്ട് ഷമീം അവസാനം ബില്ല് കൊടുത്തിട്ട് ഷമീം ഇങ്ങനെ ആലോചിക്കുക ഞാൻ അപ്പം എന്തിനാ ഈ ബില്ലേ കൊടുത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടേ മനസ്സിങ്ങനെ എന്തോ വിങ്ങലായി എനിക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മുടങ്ങുന്ന ഒരു പമ്പ് കയറിയിട്ട് റമീസ് പറഞ്ഞു അടുത്ത ട്രിപ്പ് എന്നാ. ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ 100 രൂപയ്ക്കുള്ള എണ്ണ അടിച്ചിട്ടേ നമുക്ക് വീട്ടിലേക്ക്